ഹായ് കൂട്ടുകാരെ, നമസ്കാരം. അജീഷാണ്, ഇടുക്കി ചില്ലീസ്. അപ്പോൾ ഇന്ന് നമ്മൾ റോഡ് ട്രിപ്പാണ് പോകുന്നത്. ഞാൻ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ഒരു യാത്രയാണിത്. മനോഹരമായിരിക്കുന്ന ഒരു റോഡ് ട്രിപ്പാണ് കേട്ടോ. BMRC നിലവാരത്തിൽ പണിതിരിക്കുന്ന കുഞ്ചിത്തട്ടി തൊട്ട് അങ്ങ് ഖജനാപ്പാറ വരെ നല്ല കിടിലം വഴിയാണ്. നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാമും കയറി ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ പുതിയ ഈ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഞാൻ അജീഷ്, ഇടുക്കി ചില്ലീസ്. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ യാത്ര നമ്മൾ ആരംഭിക്കുകയാണ്. കുഞ്ചിത്തണ്ണി ടൗണിൽ നിന്നാണ് നമ്മൾ യാത്ര തുടങ്ങുന്നത് കേട്ടോ. അങ്ങനെ നമ്മളിത് കുഞ്ചിത്തണ്ണി പാലത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ ബൈസമ്മാലി പഞ്ചായത്തും അതുപോലെ പള്ളിവാസൽ പഞ്ചായത്തും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കുഞ്ചിത്തണ്ണി പാലത്തിലൂടെയുള്ള യാത്ര നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ കാണുന്നത് പൊട്ടങ്കാട് സർവീസ് സഹകരണ ബാങ്കാണ്. അങ്ങനെ പുതുകാഴ്ചകൾ തേടിയുള്ള യാത്ര നമുക്ക് ഇവിടെ നിന്ന് ആരംഭിക്കാം അല്ലേ. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ നമ്മൾ കുഞ്ചിത്തണ്ണിയുടെ വീഡിയോ ആയിരുന്നു കേട്ടോ. ആ വീഡിയോ കാണാത്തവർ ഈ വീഡിയോയുടെ എൻ്റെ സ്ക്രീനിൽ ഇട്ടേക്കാം. ഫേസ്ബുക്കിലാണെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കോപ്പി ചെയ്ത് കമൻറ്റ് ബോക്സിലും ഇട്ടേക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ കുഞ്ചിത്തണ്ണി പാലമൊക്കെ കടന്നിട്ട് നേരെ യാത്ര ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. പോകുന്ന വഴിക്ക് നമുക്ക് ബൈസമ്മാലിയിലേക്ക് എത്താവുന്ന ഒരു ചെറിയ ഷോർട്ട് കട്ട് വഴി ഇതിലൂടെ ഉണ്ട് കേട്ടോ. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലക്കല്ലിനൊക്കെ പോകാൻ പറ്റും. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഈ റബ്ബറൈസ്ഡ് റോഡിൽ കൂടെ തന്നെ നമ്മളങ്ങോട്ട് പോവുകയാണ്. ശരിക്കും കുഞ്ചിത്തണ്ണിയിൽ നിന്ന് ബൈസമ്മാലി വരെ 7 കിലോമീറ്റർ ഉള്ളൂ. പക്ഷേ ഈ 7 കിലോമീറ്ററിനുള്ളിൽ നിരവധിയായിട്ടുള്ള ചെറിയ ഗ്രാമത്തിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്ത് പോകുന്നത് കേട്ടോ. നമ്മൾ ആദ്യം കാണുന്ന ഗ്രാമം എന്ന് പറയുന്നത് 20 ഏക്കർ എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടെയാണ് നമ്മുടെ മണിയാശാൻ്റെ വീട്. ശരിക്കും 20 ഏക്കറിലേക്ക് ഏകദേശം അടുക്കാറായിട്ടുണ്ട്. ഒരു 2012-13 കാലഘട്ടത്തിലൊക്കെ ഈ റോഡ് വളരെ ചെറിയ റോഡായിരുന്നു. അതിനുശേഷമാണ് ഇത് BMRC നിലവാരത്തിലേക്ക് വീതി കൂട്ടി പണിത് അങ്ങനെ അടിപൊളിയാക്കി നിർത്തിയിട്ടിരിക്കുന്നത്. ശരിക്കും ഗ്യാപ്പ് റോഡ് ചൊക്കരമുടി മലയുടെ ഒരു സൈഡിൽ ആണെങ്കിൽ ബൈസമ്മാലി റോഡ് ചൊക്കരമുടി മലയുടെ ഒരു താഴ്വാരത്തോടെയാണ് പോകുന്നത് കേട്ടോ. നമ്മൾ ആ കാണുന്നത് ചൊക്കരമുടി മലനിരകളാണ് ആ കാണുന്നത്. അപ്പം അങ്ങനെ നമ്മൾ ഇപ്പോൾ 20 ഏക്കർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ കുറേ അധികം സ്ഥാപനങ്ങളുണ്ട്. ഈ 20 ഏക്കറിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. മണിയാശൻ്റെ വീട് ഇവിടെയാണെന്ന് മാത്രമല്ല, വേറൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ഈ കുഞ്ചിത്തണ്ണി വന്നിട്ട് മൂന്നാറിലേക്ക് എളുപ്പത്തിൽ കയറി പോകാവുന്ന വഴി 20 ഏക്കറിൽ നിന്നാണ് തിരിഞ്ഞു പോകുന്നത് കേട്ടോ. ആ കാണുന്ന ജംഗ്ഷൻ ഉണ്ടല്ലോ, ഒരു ബോർഡ് കണ്ടോ, അവിടെ നിന്നാണ് നമുക്ക് മൂന്നാറിലേക്ക് കടന്നു പോകേണ്ടത്. അപ്പം മൂന്നാറിലേക്ക് കയറി പോകുന്ന വാഹനങ്ങളിൽ ചെറിയ വാഹനങ്ങൾ മാത്രമേ കയറി പോകുള്ളൂ. കാരണം വഴി വളരെ ഇടുങ്ങിയ വഴിയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. ഇവിടെ ഒരു ചെറിയ സ്കൂള് കാര്യങ്ങളൊക്കെ ഇതിനോട് ചേർന്നുണ്ട്. നമുക്ക് ഈ 20 ഏക്കർ കാഴ്ചകളിൽ നിന്ന് നമുക്ക് തൽക്കാലം വിട പറഞ്ഞ് നമ്മൾ മുന്നോട്ട് യാത്ര ചെയ്യാം. എത്ര കണ്ട് യാത്ര ചെയ്താലും മതി വരാത്തൊരു സ്ഥലമാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്ന ഈ ബൈസമ്മാലി കുഞ്ചിത്തണ്ണി റോഡ്. ബൈസമ്മാലി കുഞ്ചിത്തണ്ണി റോഡ് 9 കിലോമീറ്ററും ബൈസമ്മാലിയിൽ നിന്ന് ഖജനാപ്പാറ റോഡ് 7.5 കിലോമീറ്ററുമാണ് കേട്ടോ. അപ്പോൾ അത്രയും ദൂരം ഇന്ന് നമുക്ക് യാത്ര ചെയ്ത് പോകണം. ശരിക്കും പറഞ്ഞാൽ ഈ വഴിയുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഈ വഴിയുടെ 2 സൈഡിലും ധാരാളം ഫാം സ്റ്റേകളും ഹോം സ്റ്റേകളും റിസോർട്ടുകളും അതുപോലെ തന്നെ ധാരാളം ഡെസ്റ്റിനേഷനുകളുള്ള ഒരു യാത്രയാണ് നമ്മൾ നടത്തുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ നിലവിൽ പൊട്ടങ്കാട് എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ പൊട്ടങ്കാട് എന്ന് പറയുന്നത് ശരിക്കും പഴയകാല ഒരു ഗ്രാമം തന്നെയാണ്. ധാരാളം ആളുകൾ തിങ്ങിപ്പറക്കുന്നതാണ്. അപ്പോൾ ഈ ഗ്രാമീണ കാഴ്ചകളൊക്കെ ഇത് കൂടാതെ നമുക്ക് വീണ്ടും യാത്ര ചെയ്ത് കാണേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ യാത്ര ചെയ്ത് പോകുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഈ പൊട്ടങ്കാട് വളരെ മനോഹരമായ ഒരു സ്കൂളും പള്ളിയും അതുപോലെ ധാരാളം കടകളും ഒക്കെ ഉള്ളൊരു നാടാണ് പൊട്ടങ്കാട് എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് നമുക്ക് മൂന്നാർ ചൊക്കരമുടിയൊക്കെ കയറാൻ വേണ്ടി ചെറിയ ഇടവഴികളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ദേശീയം അങ്ങനെ ആ എല്ലക്കല്ല് രാജാക്കാടൊക്കെ പോകാൻ വേണ്ടി ഇതുവഴി പോയാൽ
പോയാലും നമുക്ക് പോകാനുള്ള വഴികളൊക്കെ ഉണ്ട് കേട്ടോ. എന്നാണെങ്കിലും ഈ പൊട്ടങ്ങാട് ഗ്രാമത്തിലൂടെ യാത്ര ചെയ്ത് നമ്മൾ നേരെ ഇനി ബൈസമ്മാലി ലക്ഷ്യമാക്കി നമ്മൾ പോവുകയാണ്. ശരിക്കും ഈ വഴിക്കൂടെ യാത്ര ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത് ഇപ്പോഴല്ല കേട്ടോ. ശരിക്കും മഴക്കാലത്ത് എൻ്റെ പൊന്നെ നമ്മുടെ ശരീരം ഇങ്ങനെ കുത്തിക്കയറുന്നൊരു തണുപ്പുണ്ടല്ലോ, അതൊരു അസാധ്യമായ ഒരു യാത്രാനുഭവമായിരിക്കും. കാരണം ചൊക്രമുടി മല അടിവാരത്തെ താഴ്വാരമാണ്. അതുകൊണ്ട് തന്നെ മഴയായാൽ നല്ല കിടിലം തണുപ്പും എപ്പോഴും ചാറ്റൽ മഴയും കോടമഞ്ഞൊക്കെ ഉള്ള ഒരു വഴിയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്ത് പോകുന്ന വഴി കേട്ടോ. അങ്ങനെ നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടങ്കാട് ഗ്രാമമൊക്കെ കടന്നിട്ട് ഇപ്പോൾ നമ്മൾ അടുത്തൊരു ഡെസ്റ്റിനേഷനിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് പമ്പ് ഹൗസ് എന്ന് പറയുന്ന ചെറിയൊരു കൊച്ചു സ്ഥലമുണ്ടോ. കൊച്ചു സ്ഥലം എന്ന് പറഞ്ഞാൽ അത്രയൊക്കെ ഉള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ പിന്നെ ബൈസമ്മാലി ടീ കമ്പനി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ കയറുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ പമ്പ് ഹൗസിൽ എത്തിയിട്ടുണ്ട്. പമ്പ് ഹൗസ് എന്ന് പറഞ്ഞാൽ ആ ചെറിയ ജംഗ്ഷൻ്റെ കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കേട്ടോ. ശരിക്കും ഇവിടെ നമുക്ക് കുറച്ച് റിസോർട്ടുകൾ, ഹോം സ്റ്റേ, ഫാം സ്റ്റേ ഒക്കെ ഉള്ള ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ടീ കമ്പനി ലക്ഷ്യമാക്കി നമുക്ക് അങ്ങനെ യാത്ര തുടരാം അല്ലേ. നമ്മളങ്ങനെ പൊട്ടങ്ങാടിയിൽ നിന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് നമ്മൾ ബൈസമ്മാലിലേക്ക് പോകുന്ന വഴിയിലേക്കാണ് നമ്മളെത്തി. ശരിക്കും ബൈസമ്മാലിക്ക് ഈ വഴിയാണ് തിരിഞ്ഞു പോകേണ്ടത് കേട്ടോ. അപ്പം പഴയ വഴി ഇതിലൂടെ ആയിരുന്നു. അപ്പം നമ്മൾ ഇപ്പം പോകുന്ന ഈ വഴിയല്ല. ശരിക്കും ഈ പാലം പണി തീരുന്നതിന് മുമ്പ് ബസ് സർവീസ് എല്ലാം പഴയ വഴി കൂടെ ആയിരുന്നു കേട്ടോ. ഈ പാലം പണ്ട് തടിപ്പാലമായിരുന്നേ, അതിനുശേഷം ഇത് പുതുക്കി പണിതാണ്. ഇതിൻ്റെ താഴേക്കൂടെ ഒരു നൈസ് വെള്ളച്ചാട്ടമുണ്ട് മഴക്കാലത്ത്. ഈ പാലത്ത് നിന്ന് ആസ്വദിക്കാൻ അടിപൊളിയാണ്. അതിനോട് ചേർന്ന് തന്നെ ഒരു സർവീസ് സ്റ്റേഷനുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ വർത്തമാനങ്ങളും വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നമ്മളിത് ടീ കമ്പനി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കടന്നു പോവുകയാണ്. ശരിക്കും ഒരു നാട്ടിൻപുറത്തോടെയൊക്കെ ഒരു യാത്ര ചെയ്യുന്ന ഫീല് നിങ്ങൾക്ക് കിട്ടുന്നില്ലേ? അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഒരു സൈഡിൽ ചൊക്കരമുടി മലനിരകളും മറ്റൊരു സൈഡിൽ രാജാക്കാട് രാജകുമാരി മേഖലയുമാണ്. അപ്പോൾ അതിന് ആ രണ്ട് മലയുടെ ഇടയ്ക്കുള്ള ഒരു താഴ്വാരമാണ്. നമ്മൾ ഗ്യാപ്പ് റോഡ് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് ഫീൽ ചെയ്യും കേട്ടോ. ആ താഴ്വാരത്തോടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്ത് പോകുന്നത്. അങ്ങനെ ടീ കമ്പനി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ജോസ്ഗിരി കൂടിയിട്ട് നിങ്ങൾക്ക് രാജാക്കാടിനും രാജകുമാരിക്കും ഒക്കെ പോകാൻ പറ്റും. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു കുരിശുപള്ളിയും നിരവധി കടകളും അതുപോലെ തന്നെ വലിയൊരു അമ്പലവും, ആ അമ്പലത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു കാനായ ചർച്ചും ഉണ്ട് കേട്ടോ. അപ്പോൾ അത്ര പ്രത്യേകത ഉള്ള ഒരു സ്ഥലമാണ് ഈ ടീ കമ്പനി എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ എല്ലാം നല്ലൊരു വീഡിയോ അല്ലാതെ ചെയ്യണം. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് ഇനി ഒരു 2-2.5 കിലോമീറ്റർ ഉള്ളൂ ബൈസമ്മാലിക്ക്. അപ്പോൾ യാത്ര തുടരാം അല്ലേ. നല്ല കിടിലം വഴിയില്ലേ, നല്ല സ്ട്രെയിറ്റ് റോഡ്, അതിൻ്റെ 2 സൈഡിലും ധാരാളം വീടുകൾ, നല്ല ഗാർഡനൊക്കെ സെറ്റ് ചെയ്തേക്കുന്ന വീടുകളുണ്ട് കേട്ടോ. അടിപൊളിയല്ലേ. അപ്പം ഈ റോഡ് ഇങ്ങനെ ചെന്ന് ചേരുന്നത് നമ്മൾ ആദ്യം കണ്ട വഴിയില്ലേ, ആ പഴയ വഴിയെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു, ബൈസമ്മാലിക്ക് തന്നെ പാലത്തിൻ്റെ അടുത്തുനിന്ന്. അപ്പോൾ അങ്ങോട്ടാണ് ഈ വഴി ചെന്ന് കയറുന്നത് കേട്ടോ. ആ ചെന്ന് കയറുന്ന സ്ഥലത്ത് ചെറിയൊരു കുരിശുപള്ളിയൊക്കെ ഉണ്ട്. അവിടെ നിന്നാൽ പിന്നെ വളരെ തുച്ഛമായ കിലോമീറ്ററേ ഉള്ളൂ ബൈസമ്മാലി ടൗണിലേക്ക്. ശരിക്കും അങ്ങനെ നമ്മൾ ഇപ്പോൾ നിലവിൽ ആ പഴയ വഴിയായിട്ട് യോജിക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ഇനി വലത്തേക്ക് തിരിഞ്ഞു വേണം ബൈസമ്മാലിയിലേക്ക് എത്താൻ. പൊട്ടങ്കാടും ടീ കമ്പനിയൊക്കെ കടന്ന് നമ്മൾ ബൈസമ്മാലിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു അസാധ്യമായ ഒരു കാഴ്ചയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ മനോഹരമായ ഒരു ടൗണ്. നമ്മൾ ഈ ഗ്യാപ്പ് റോഡിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഈ ബൈസമ്മാലി അതുപോലെ മുട്ടുകാടൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ബൈസമ്മാലിയിലേക്ക് ചെല്ലുന്നതിന് മുമ്പ് നമുക്ക് ചെറിയൊരു കയറ്റമൊക്കെ കയറിയിട്ട് വേണം നമ്മൾ ആ ഗ്രാമത്തിലേക്ക് കയറാൻ വേണ്ടി. ഇവിടെ തൊട്ട് നമുക്ക് ഒരു ടൗൺഷിപ്പ് ആരംഭിക്കുകയാണ്. അത്യാവശ്യം വലിയ, നമ്മൾ പണ്ട് കുഞ്ചിത്തണ്ണി വീഡിയോ ചെയ്തില്ലേ, അതുപോലെ തന്നെ ഏകദേശം അത്യാവശ്യം വലിയൊരു ടൗൺഷിപ്പുള്ള ഒരു സ്ഥലമാണ് ബൈസമ്മാലി എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് രാജാക്കാടിനും രാജകുമാരിക്കൊക്കെ തിരിഞ്ഞു പോകാൻ വഴിയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ധാരാളമായിട്ടുള്ള സ്ഥാപനങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്നാൽ നമുക്ക് ഒരുപാട് കാഴ്ചകൾ നമുക്ക് ആസ്വദിക്കാൻ പറ്റുമേ. നിങ്ങൾക്ക് ഫുഡ് കഴിക്കാനും താമസിക്കാനും ഉള്ള ധാരാളം റിസോർട്ടുകളും ഹോം സ്റ്റേ ഒക്കെ ഉണ്ട്. ഇവിടെ മനോഹരമായ ഒരു പള്ളിയുണ്ട്. നമ്മൾ നേരെ പോയി കഴിഞ്ഞാൽ ചങ്ങനാശ്ശേരി കട വഴി ഗ്യാപ്പ് റോഡിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റും. അതുപോലെ മുട്ടുകാടിനും പോകാൻ പറ്റും. നമ്മളെന്താണെങ്കിലും ഇപ്പം വലത്തേക്കാണ് തിരിഞ്ഞു പോകുന്നത് കേട്ടോ. നമ്മൾ വലത്തേക്ക് തിരിഞ്ഞ് നേരെ ഇനി ബൈസമ്മാലിയിൽ നിന്ന് അമ്പലപ്പടി ലക്ഷ്യമാക്കി പോവുകയാണ്. അങ്ങനെ ബൈസമ്മാലിയിൽ നിന്ന് 7.5 കിലോമീറ്ററാണ് ഗജനപ്പാറയ്ക്കുള്ളത്. ഗജനപ്പാറ ലക്ഷ്യമാക്കിയുള്ള യാത്ര നമ്മൾ ആരംഭിക്കുകയാണ്. നമ്മൾ ഇതുവഴി പോകുമ്പോൾ താഴെ ഒരു പാലമുണ്ട്. ഈ പാലം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. കാരണം വെച്ചാൽ ഒരു വെട്ടുപാലം എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ശരിക്കും ഒരു കോണായിട്ട് പെട്ടെന്ന് തിരിഞ്ഞു കയറി പോവുകയാണ്. ഇവിടെ മിക്കവാറും അപകടങ്ങളൊക്കെ സംഭവിക്കാനാണ്. ഈ പാലം കടന്നു കഴിഞ്ഞാൽ രാജകുമാരിക്കും രാജാക്കാടനൊക്കെ പോകാനുള്ള ചെറിയ ചെറിയ ബൈപ്പാസ് വഴികളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും കേട്ടോ.
ഗ്യാപ്പ് റോഡിൽ നിന്ന് ബൈസന്മാരിക്ക് ഇറങ്ങി വരുന്ന വഴിയില്ലേ ചങ്ങനാശ്ശേരിക്കട വഴി, അത് ചെമ്മണ്ണാർ ഗ്യാപ്പ് റോഡ് റോഡാണ് കേട്ടോ. അപ്പോൾ ആ റോഡ് കടന്നു പോകുന്നത് ഇതിലൂടെയാണ്. അതുപോലെ തന്നെ ഈ പാലം കടന്ന് നമുക്ക് രാജക്കാട് രാജകുമാരി ഒക്കെ ചെന്നിട്ട് ചെമ്മണ്ണാർ ഉടുമ്പൻചോലൊക്കെ നമുക്ക് പോകാൻ പറ്റുന്ന വഴികളുമുണ്ട് കേട്ടോ. എന്താണെന്ന് അറിയത്തില്ല, ഭൂമി ഉരുണ്ട് കിടക്കുന്നതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല, ഇവിടെയൊക്കെ ധാരാളം വഴികൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ലിങ്കാണ്. അപ്പോൾ നമ്മളങ്ങനെ യാത്ര ചെയ്തിട്ട് ശരിക്കും അമ്പലക്കവല എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഈ ബൈസന്മാലിയുടെ സ്കൂളും അതുപോലെ തന്നെ അമ്പലവും ഒക്കെ ഉള്ള ഒരു മേഖല ഇതാണ് കേട്ടോ. ഇവിടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു സ്പൈസസിൻ്റെ കേന്ദ്രമാണ് കൂടിയാണ്, പ്രത്യേകിച്ച് ഏലക്കാട് കേന്ദ്രമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് മനോഹരമായ സ്കൂളിൻ്റെ കാഴ്ചകളും അതുപോലെ തന്നെ അമ്പലത്തിൻ്റെ കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ മുന്നോട്ട് പോകുമ്പോൾ ഇതുവഴി നമുക്ക് മുട്ടുകാടിലേക്ക് പോകാനുള്ള ഒരു ചെറിയ ബൈപ്പാസ് വഴി കൂടെയുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഖജനപ്പാറ ലക്ഷ്യമാക്കി നമ്മൾ യാത്ര ചെയ്യുകയാണ്. നമ്മളിപ്പോൾ പോകുന്ന വഴിക്കൊക്കെ ധാരാളം കടകളും സ്ഥാപനങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ. ഇതൊക്കെയാണ് ഈ വഴിയുടെ വിശേഷങ്ങളും ഒക്കെ. ഫൈനലി നമ്മൾ അമ്പലക്കവലയിൽ നിന്നൊക്കെ യാത്ര ചെയ്തിട്ട് ഇപ്പോൾ നിലവിലൊരു കൊച്ചു കവലയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ചങ്ങനാശ്ശേരി കടയിലേക്ക് തിരിഞ്ഞു പോകാൻ വഴിയുണ്ട്. അതുപോലെ തന്നെ മുട്ടുകാടിന് തിരിഞ്ഞു പോകാൻ വേണ്ടി ഇതിലൂടെയാണ് വഴിയുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ കുറേ കടകളൊക്കെ ഉണ്ട്, ചെറിയൊരു ജംഗ്ഷനാണ്. ഇതൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്തൊരു സ്ഥലത്തേക്ക് യാത്ര അങ്ങോട്ട് തുടങ്ങുകയാണ്. ഈ ഇറക്കമൊക്കെ ഇറങ്ങി അങ്ങോട്ട് ചെല്ലുന്ന സ്ഥലത്തു നിന്നാണ് മുട്ടുകാടിന് തിരിഞ്ഞു പോകേണ്ടത് കേട്ടോ. അപ്പം യാത്ര തുടരാല്ലേ. അല്ലേ, ഇത്ര നേരം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് വാലിയുടെ താഴേക്കടെ അങ്ങനെയൊക്കെ യാത്ര ചെയ്ത് നമ്മൾ വരികയെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ ബൈസന്മാലിയുടെ കാഴ്ചകൾ തീർന്നു കേട്ടോ. ഇനിയാണ് ഈ വഴിയുടെ ഏറ്റവും രസകരമായ യാത്ര. നമ്മളങ്ങനെ കയറ്റം കയറാൻ തുടങ്ങി. ഒരു മല കയറാതെ ഒരിറക്കമില്ലല്ലോ അല്ലേ. അങ്ങനെ ആ കയറ്റം കയറാൻ വേണ്ടി നമ്മൾ തുടങ്ങിയിരിക്കുകയാണ്. ശരിക്കും നമ്മളിപ്പോൾ പോകുന്ന വഴിക്കൊക്കെ ശരിക്കും കുടികളാണ്, ശരിക്കും തമിഴ് വംശജരും അതുപോലെ തന്നെ കുടികളിലുള്ള ആളുകളും കൂടി ഒരുമിച്ച് താമസിക്കുന്ന സ്ഥലമാണ് കേട്ടോ. ഇതിങ്ങനെ കയറിപ്പോയിട്ട് നമ്മൾ ഏതാണ്ട് ഖജനപ്പാറ വരെ ഏതാണ്ട് കയറ്റം തന്നെയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഒരു അസാധ്യമായ കാഴ്ചയാണ് ഇതുവഴിയുള്ള യാത്ര. ഫുള്ള് ചുറ്റും ഏലക്കാടാണ്, അതുപോലെ എസ്റ്റേറ്റുകളാണ്, വേറൊന്നും നമുക്ക് കാണാനില്ല. പക്ഷേ ഇതുവഴിയുള്ള യാത്രയെ നമുക്കൊരു അവിസ്മരണീയമായ ഒരു യാത്രയുടെ അനുഭവം തന്നെയാണ് സമ്മാനിക്കുന്നത്. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ഇത്ര നേരം സഞ്ചരിച്ചുകൊണ്ടിരുന്ന വഴി പോലെയല്ല കേട്ടോ. ഇന്ന് കുത്തനെയുള്ള ചുരം അങ്ങോട്ട് കയറണം. അപ്പോൾ ചുരം കയറാൻ വേണ്ടി നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ മുമ്പ് കണ്ടില്ലേ വിഷനിൽ, അതുപോലത്തെ വഴികൂടെയാണ് യാത്ര ചെയ്യുന്നത്. ശരിക്കും ഈ തോട്ടത്തൊഴിലാളികളെ കൊണ്ട് വരുന്ന വാഹനങ്ങളൊക്കെ, തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വാഹനങ്ങളൊക്കെ പലപ്പോഴും ഇവിടെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ധാരാളം മുന്നറിയിപ്പ് ബോർഡുകളും ഈ വഴിയിൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഈ വഴിയുടെ ഒരു ഡ്രോൺ വിഷനിൽ കാണുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു അവസ്ഥ എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് കറക്റ്റ് അറിയാൻ പറ്റും. ശരിക്കും മഴക്കാലങ്ങളിലാണെങ്കിൽ ഈ വഴിയിൽ മിക്കവാറും കോടമഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് വഴിയുടെ ആ വിദൂര ദൃശ്യമൊക്കെ നമുക്ക് അത്ര അങ്ങോട്ട് കാണാനൊന്നും സാധിക്കത്തില്ല. അതുകൊണ്ട് ശരിക്കും ഈ കുഞ്ചിത്തണ്ണിയിൽ നിന്ന് ബൈസന്മാർ കൂടി ഖജനപ്പാറ ചെന്ന് രാജകുമാരി പോകുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വഴി കൂടെ ഒന്ന് ശ്രദ്ധിച്ച് വേണം വാഹനം ഓടിക്കാൻ. ധാരാളം മുന്നറിയിപ്പ് ബോർഡുകളുണ്ട്, അതൊക്കെ ഒന്ന് പാലിച്ചാൽ മതി. അങ്ങനെ നമ്മൾ ഈ വഴിയുടെ ഏറ്റവും ടോപ്പിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്കൊന്ന് വണ്ടി നിർത്താം അല്ലേ. ആ കാണുന്ന മലയില്ലേ, അതാണ് ചൊക്കരമുടി മല കേട്ടോ. നമ്മുടെ കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ മുടിയാണത്. ആനമുടി കഴിഞ്ഞാൽ പിന്നെ ചൊക്കരമുടി. ആനമുടി നമുക്ക് കാണാൻ പറ്റത്തില്ല. നമ്മൾ ആ മലയുടെ അടിവാരത്താണ് ബൈസന്മാലി, മുട്ടുകാട്, നമ്മൾ സഞ്ചരിച്ച് ചെന്ന വഴികളെല്ലാം ആ മലയുടെ അടിവാരത്താണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ മറ്റൊരു ഹൈലൈറ്റ് കേട്ടോ. അപ്പം താഴെയുള്ള വളവ് കണ്ടോ, ഇതുപോലുള്ള കുത്തനുള്ള വളവുകളൊക്കെ കയറിയിട്ട് നമ്മൾ ഇവിടം വരെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് യാത്ര ചെയ്യാം.
അങ്ങനെ കൂട്ടുകാരെ ആ ചുരമൊക്കെ കയറി കഴിഞ്ഞിട്ട് നമ്മളിത് വിജനമായിരിക്കുന്ന ഒരു നിരപ്പ് ഭാഗത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു മലയുടെ ടോപ്പാണ് കേട്ടോ. നമ്മൾ ഒരു അസാധ്യമായ ഒരു കാഴ്ച അല്ലെങ്കിൽ ഒരു യാത്രാനുഭവമാണ് ഇതുവഴിയുള്ള യാത്രയിൽ നമുക്ക് കിട്ടണേ. ഇത് മഴക്കാലമാണെങ്കിൽ ഇതൊന്നുമല്ല, ഫുള്ള് കോടമഞ്ഞായിരിക്കും, നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല. അത് വേറൊരു വൈബാണ്. പിന്നീട് ഒരു മഴക്കാലത്ത് നമുക്ക് വന്ന് വീണ്ടും നമുക്ക് ഇതിലൂടെ യാത്ര ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി പോകുന്ന വഴിക്കൊക്കെ ശരിക്കും തമിഴ് വംശരായിട്ടുള്ള ധാരാളം ആളുകളുടെ വീടുകൾ അതുപോലെ സ്ഥാപനങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഈ നമ്മൾ ഖജനാപ്പാറ എന്ന് പറയുന്നത് ശരിക്കും തമിഴ് വംശജർ ഒരുമിച്ച് കൂടി താമസിക്കുന്ന ഒരു കേന്ദ്രമാണ്. എന്താ അല്ലേ, നല്ല ഏലത്തോട്ടത്തിൻ്റെ വിളിക്കട്ടെ, നല്ല നീണ്ട നിവർന്ന് കിടക്കുന്ന വഴിക്കട, ഒരു ശീതളമായിരിക്കുന്ന കാറ്റൊക്കെ കൊണ്ടുള്ളൊരു യാത്ര, അത് നല്ല മൂളിപ്പാട്ടൊക്കെ പാടിയുള്ള ഒരു യാത്രയാണെങ്കിൽ അടിപൊളിയായിരിക്കും അല്ലേ. ശരിക്കും എനിക്ക് ഇങ്ങനെയുള്ള വഴിക്കൂടെയൊക്കെ യാത്ര ചെയ്യാൻ എനിക്ക് ഏറെ ഇഷ്ടമാണ് കേട്ടോ. കാരണം വെച്ചാൽ ഒന്ന് നല്ല വഴി, രണ്ട് നല്ല ഏലത്തോട്ടം, ഫുള്ള് കാട് ഫീലാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇതിലൂടെ പോകുമ്പോൾ നല്ല കട്ടും മണമുണ്ട് കേട്ടോ, ഏലത്തിനടിക്കുന്ന വിഷത്തിൻ്റെ. അങ്ങനെ ഒരു കുഴപ്പം ഇതുവഴിയുള്ള യാത്രയുണ്ട്. അതുകൊണ്ട് നല്ല ശുദ്ധവായു ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇപ്പോൾ ഈ ഒരു സമയത്ത് ഇതെല്ലാം ഇങ്ങനെ മരങ്ങളൊക്കെ പൂത്ത് നിൽക്കുന്ന കാഴ്ചയും അതിൻ്റെ ഇടയ്ക്കൂടെ നമ്മളിങ്ങനെ പാട്ടൊക്കെ പാടി പോകുന്ന ആ ഒരു ഫീലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, അതൊരു വേറെ അനുഭവം തന്നെയാണ് കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, ഈ യാത്ര നമ്മൾ ആരംഭിച്ചത് കുഞ്ചിത്തണിയിൽ നിന്നാണ്. കുഞ്ചിത്തണിയിൽ നിന്ന് ഏകദേശം 17 കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് ഖജനാപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വന്ന വഴിയൊക്കെ അടിപൊളി ഗ്രാമീണ കാഴ്ചകളൊക്കെ കണ്ടല്ലേ വന്നത്. നമ്മൾ കുഞ്ചിത്തണിയിൽ നിന്ന് 20 ഏക്കർ വന്നു, 20 ഏക്കറിൽ നിന്ന് പൊട്ടങ്കാട് വന്നു, പൊട്ടങ്കാട് നിന്ന് പമ്പ് ഹൗസ് വന്നു, പമ്പ് ഹൗസിൽ നിന്ന് ടീ കമ്പനി വന്നു, ടീ കമ്പനിയിൽ നിന്ന് ബൈസമാലി വന്നു, ബൈസമാലിയിൽ നിന്ന് അമ്പലക്കവല വന്നു, പിന്നെ കോമാളിക്കുടി കൂടിയിട്ട് ചെറിയ ഒരു ചുരമൊക്കെ കയറി ഖജനാപ്പാറയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കൂട്ടുകാരെ, ഈ വീഡിയോ ഇവിടെ വെച്ച് നമ്മൾ ബൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മുടെ ഈ കൊച്ചു ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാമും ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഒരു കമൻറ്റും ഒരു ലൈക്കും ചെയ്യാൻ ആരും മറന്നു പോരുത്. പുതിയ കാഴ്ചകളും ഖജനാപ്പാറയുടെ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.